ഹല്ലേലൂയ. മഞ്ഞത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവാണ്. നാം എല്ലാവരും ഈ ലോകത്തിൽ പരദേശികളാണ്. ഇവിടെ നാം നേടുന്നതെല്ലാം ഉപേക്ഷിച്ച് ഒരു നാൾ ഈ ലോകം വിട്ട് പറന്നു പോകേണ്ടവരാണ് നാം എല്ലാവരും. ഹല്ലേലൂയ. ഈ ലോകം നശ്വരമാണ്. അനശ്വരമായത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രത്യാശ ഒന്നു മാത്രമാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം കർത്താവ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പ്രത്യാശയുള്ളവർ, ആ പ്രത്യാശയോടുകൂടെ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്റെ യേശുവിനെ കണ്ടാൽ മതി, മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, മായ സുഖം വിട്ടാൽ മതി. പരശില്പിയായി പണിത നഗരമതിൽ, പരശില്പിയായി പണിത നഗരമതിൽ, അതിനോട് കൂടെ വാഴാൻ പോയാൽ മതി.
സന്തോഷമുള്ള കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം കിട്ടിയിരിക്കുന്നു. ഈ ലോകയാത്രയിൽ നാം നാടുന്ന നേട്ടങ്ങളെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നേടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ കർത്താവിനെ അറിഞ്ഞ നന്മയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവിനെ രുചിച്ചറിഞ്ഞ എല്ലാവരും ചേർന്ന് ഞങ്ങളൊരു പഴയൊരു ഗാനമാണ് ചേർന്ന് പാടുന്നത്. അറിയാവുന്നവരെല്ലാം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്റെ സമ്പത്തെന്നു ചൊല്ലി